കേരളത്തിന്റെ മടിത്തട്ടിൽ അർജന്റീന കാൽപന്ത് തട്ടുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് ചലനമറ്റ് കിടക്കുന്ന പലസ്തീനിലുള്ള മക്കളുടെ തലയോട്ട് തട്ടുന്നതിന് തുല്യമാണ് കേരളത്തിൽ വന്നുകൊണ്ട് അവർ കാൽപന്ത് തട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രാജ്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർപ്പ് വിളിക്കുമ്പോൾ, ആ രാജ്യത്തിന്റെ പതാക വഹിച്ചുകൊണ്ടുള്ള ജേഴ്സി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർപ്പ് വിളിക്കുമ്പോൾ, പലസ്തീനിൽ വേദനയേറ്റ് കിടന്നുകൊണ്ട് മരണപ്പെട്ട് കിടക്കുന്ന ആ ജനതയുടെ മയ്യത്തുകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആർപ്പ് വിളിക്കുന്നത് എന്ന ഒരു മാനസിക ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഐക്യപ്പെടേണ്ടതുണ്ട്. പലസ്തീൻ ജനതയോട് ഐക്യപ്പെടേണ്ടതുണ്ട്. അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു ഫുട്ബോളാണ്. ആ ഫുട്ബോളിന് കേരളത്തിന്റെ മടിത്തട്ടിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് ആഗോള മാധ്യമങ്ങളിലേക്ക് എത്തിയാൽ അതിനേക്കാൾ വലിയ മാനവിക പ്രവർത്തനം എന്താണ് ചെയ്യാനുള്ളത്? കേരളത്തിന്റെ ഭരണാധികാരികൾക്കും ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതേ ഫാസിസത്തെ എതിർക്കുന്ന, മതേതരത്തെ വിശ്വസിക്കുന്ന, മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എന്റെ നാട് അഥവാ കേരളത്തിൽ വർഗീയതയ്ക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്യപ്പെട്ട അമേരിക്ക പന്ത് തട്ടേണ്ടതില്ല എന്ന ഒരു നിലപാട് കേരളത്തിലെ ഭരണാധികാരികൾ എടുത്തിരുന്നെങ്കിൽ, കേരളത്തിലെ യുവാക്കൾ എടുത്തിരുന്നെങ്കിൽ, ലോകത്തിന്റെ മുന്നിൽ നമുക്ക് വെക്കാനുണ്ടാകുന്ന ഏറ്റവും വലിയ മാനവിക പ്രഖ്യാപനമാകുമായിരുന്നു അത്.